ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്? പ്രധാനമായും 5 ഡോക്യുമെന്റ്സ് ആണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായി വേണ്ടത്. അത് ഏതെല്ലാമാണെന്നാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് അനൂപ് ജോസ്. വെൽക്കം ടു അനദർ വീഡിയോ. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് പാൻ കാർഡ്, അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇന്ത്യയിൽ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് ഇല്ലാതെ ഒരു നിക്ഷേപവും നടത്താൻ സാധിക്കത്തില്ല. രണ്ടാമത്തേതാണ് അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫായി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ആധാർ കാർഡിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് മുതലായ ഡോക്യുമെന്റ്സ് അഡ്രസ് പ്രൂഫായി ഉപയോഗിക്കാം. മൂന്നാമത്തേതാണ് ബാങ്ക് അക്കൗണ്ട്. അതായത് നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ ചെക്ക് ലീഫോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. പാസ്ബുക്കിലും ചെക്ക് ബുക്കിലും MICR, IFSC കോഡ് എന്നിവ നിർബന്ധമായിരിക്കണം. നാലാമത്തേതാണ് ഇൻകം പ്രൂഫ്. നിങ്ങൾക്ക് ഇതിനായി നിങ്ങളുടെ ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്. അഞ്ചാമത്തേതും ഏറ്റവും ഒടുവിലത്തെയുമാണ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ വേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.